ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. അടുപ്പ് കത്തിക്കുക. അതെ, അടുപ്പ് കത്തി ചട്ടി അങ്ങോട്ട് വയ്ക്കുക. ചട്ടിയിലാണ് വയ്ക്കുന്നത്. ചട്ടി ചൂടായി വരുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഉള്ളിയൊക്കെ വാടിയണം. അതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല ചൂടായി. നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ കടുകിടാം. കടുക് പൊട്ടി തുടങ്ങി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇങ്ങോട്ടിടാം. പിന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റ് അത് നോക്കട്ടെ. നല്ലൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ പച്ചച്ചവ ഇടും. വെളുത്തുള്ളിക്ക് മൂട്ടില്ലെങ്കിൽ പച്ചച്ചവ ഇടും. നല്ല മൂത്താലേ ആ ബീഫ് ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരുത്തുള്ളൂ. നമ്മളെപ്പോഴും വെളുത്തുള്ളി ഇഞ്ചി ഇടുമ്പോൾ നല്ലത് മൂക്കണം. നല്ല മൂത്ത് വരുമ്പോൾ അത് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നു. വെളുത്തുള്ളി ഇഞ്ചി നല്ല മൂക്കാൻ നേരത്തുണ്ടല്ലോ, നല്ല മൂത്ത് വരുന്നുണ്ട്. അത് ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ബ്രൗൺ കളറാകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ, നമ്മൾ കുറച്ച് തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അകത്തോട്ട് ഇടാം. അത് ഇതുകൂടെ ഒന്ന് കിടന്ന് നോക്കുന്നത്. നമുക്ക് 2-3 പീസ് കരിയാപ്പലയും മതി. കരിയാപ്പല ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി അത് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് തേങ്ങ അരിഞ്ഞ പീസ് അങ്ങോട്ട് ഇട്ടു. അതിൻ്റെ കൂടെ കരിയാപ്പല ഇട്ടു. ബ്രൗൺ കളറാവണം, എന്നാലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ല. ഈ പച്ച തേങ്ങ ചോദിക്കും. ആ തേങ്ങ കൂടെ അതിനാണ് ഞാൻ തേങ്ങ ഉള്ളി ഇടുന്നതിന് മുമ്പിട്ട് തേങ്ങ വറക്കണം. വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂടെ തന്നെ ആ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ആ തേങ്ങ കറിക്കധികം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ പച്ച തേങ്ങ പോലെ തേങ്ങയും വെളുത്തുള്ളിയും കരിയാപ്പിലയും എല്ലാം ഒരുമാതിരി ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. അന്നേരം നമ്മൾ അതിൻ്റെ കൂടെ ഈ സവാള അരിഞ്ഞതും ഞാൻ കുറച്ച് സവാള എടുത്തു. സവാളയും കൊച്ചുള്ളിയും കൂടെ നമ്മൾ ഇത് പൊളിച്ചില്ല അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് അതിൻ്റെ അകത്തോട്ട് ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ഇടും. അത് ഇട്ടിട്ട് നമ്മൾ പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നുകൂടെ ഇച്ചു കൂടെ ഇടാം. ഉള്ളി വാടി കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ആദ്യം ചേർത്താൽ ഉള്ളി ഒന്ന് റെഡിയായി കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഉള്ളി വേഗം പച്ച ചവയായിരിക്കും. മഞ്ഞൾപ്പൊടി ഉപ്പുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല വാടി കിട്ടും. അല്ലെങ്കിൽ വാടിയില്ലെങ്കിൽ ഉള്ളിക്ക് കറി വയ്ക്കുമ്പോൾ മധുരമായിരിക്കും. ഇത് നല്ല വാടി കിട്ടും. അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൂടി ഇട്ട് നല്ല സ്ലോയിൽ തീയിട്ട് നല്ല അതൊന്ന് വാട്ടിയെടുക്കും. ഈ ഉള്ളിയും ഇതും കൂടെ തീ കുറച്ചിട്ടിട്ട് തന്നെ കേട്ടോ നല്ല വാടി കിട്ടുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് വാടി കിട്ടും. ഉപ്പും മഞ്ഞൾപ്പൊടി ആദ്യം ഇടണം. ഉള്ളിക്ക് ഇട്ടാലേ അത് നല്ലൊന്നും വാടി കിട്ടണം. മധുരമൊക്കെ മാറും. ഇല്ലെങ്കിൽ സവാള മധുരം തക്കാളിപ്പഴമൊക്കെ ഇടുന്ന കറി നമ്മൾ കൂട്ടുമ്പോൾ ചിലയിടത്ത് കറി മധുരം കാണും. ഇത് ഇങ്ങനെ കിടന്നുകൊണ്ട് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ വെന്ത് വാടി ആ വെള്ളം പറ്റിയിട്ട് നല്ല ഉള്ളി വാടി കിട്ടും. തീ കുറച്ച് വെച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് കരിഞ്ഞു പോകും, വാടി കിട്ടത്തില്ല. ഉള്ളി നല്ല വെന്ത് കണ്ടു. അതാണ്ട് ബീഫ് മേടിച്ചിട്ട് വന്ന് കഴുകി നല്ല വെള്ളം തോർത്ത് കഴുകി വാരി വെച്ചേക്കുന്നത്. ഇത് നമുക്കിനി എൻ്റെ തുടങ്ങി തട്ടാം. ബീഫും ആ ഉള്ളിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കും. ഒന്ന് മസാലയൊക്കെ ആവട്ടെ. കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ബീഫ്. കപ്പയൊക്കെ വേവിച്ച് അങ്ങോട്ട് കപ്പ ഉണ്ട്. ഇന്ന് ഞാൻ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് റെഡിയായി കഴിയുമ്പോൾ കപ്പയും കൂടെ നമ്മൾ കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കുന്നു. നമ്മൾ നല്ല ഇളക്കി മിക്സായി ആ ബീഫൊന്ന് നീന്ന് വേവണം. അതിന് നമുക്കൊരു അരമണിക്കൂർ താമസം വരും. അരമണിക്കൂർ കറക്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് നോക്കാം. ബീഫിൻ്റെ എങ്ങനത്തെയാണെന്ന് അറിയത്തില്ല. ഒത്തിരി ബീഫാണെങ്കിൽ വേവാൻ താമസിക്കും. ഇളം ബീഫാണെങ്കിൽ നല്ല എളുപ്പം വേവം കിട്ടും. നമുക്കന്ന് അടപ്പ് അടച്ച് റെഡിയാക്കി. നമ്മളിപ്പോൾ ബീഫ് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റായി. ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ ബീഫ് വെന്ത് കണ്ടോ ആ ഉള്ളി എല്ലാം തീ കുറച്ചിട്ടുണ്ട്. വെന്ത് നമ്മൾ വെള്ളം ഒഴിച്ചതേ ഇല്ല ബീഫിൻ്റെ അകത്ത്. അതിലോട്ട് നമ്മൾ സോസ് പാൻ വെച്ച്
കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഇട്ടു കൊടുക്കും. 3 സ്പൂൺ മുളക് പൊടി ഇടും. കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് നല്ല കളറാണ്. 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി ഒത്തിരി ഇട്ട് പൊഴുത്തു. നമ്മുടെ ശാവളയൊക്കെ ഇടുന്നുണ്ട്, മല്ലിപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കും. നല്ല തീക്കകത്തൊന്ന് ബ്രൗൺ കളറായി. അത് അതിലോട്ട് നല്ല ബ്രൗൺ കളറായി. ഇനി അത് ഇറക്കിയത് എടുത്തിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കും. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഗ്രാമ്പു, പട്ട, ഇലക്ക, തക്കോലം, ജാതിപ്പൂ എല്ലാം പെരുംജീരകം കൂടെ എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചിരുന്നതാണ്. അത് നമുക്കൊരു 1 സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ ഉലുവ പൊടിച്ചതാണ്, ഉലുവപ്പൊടി കൊണ്ട് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ നല്ല രുചിയും കൂടെ വരും. ഓക്കെ, ഈ ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ മണവും രുചിയും വരും ബീഫ് കറി. നമ്മൾ മുളക് ഇപ്പോൾ ചേർത്തുകൊണ്ട് അതിനകത്ത് ആ എരിയും പുളിയും എല്ലാം നല്ലൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മളിന്ന് അടച്ചിടണം. അന്നേരം അടച്ചിട്ട് ഒന്ന് ശകലം ഒരു 5 മിനിറ്റ് ഇടും. തുറന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല റെഡിയായി കറി. ബീഫ് കറി സൂപ്പർ അടിപൊളി ബീഫ് കറി. ആ ഉള്ളി എല്ലാം വെന്ത് സവാളയും ഉള്ളി എല്ലാം അരിഞ്ഞ് ചേർന്ന് കപ്പ നല്ല വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബീഫ് കറിയും കൂടെ വെച്ചത് കൊണ്ട് കോരി വയ്ക്കും. നല്ല കുഴമ്പനുള്ള ബീഫ് കറി. കൂട്ടുകാരെ, നമ്മുടെ കപ്പയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ വീടുകളിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ ബൈ.